നമസ്കാരം. നമ്മുടെ ഇന്നത്തെ നവോത്ഥാനം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണെന്ന് അറിയാവോ? ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. KP കേശവമേനോൻ എന്ന വ്യക്തിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണോ, സാമൂഹ്യ പരിഷ്കർത്താവാണോ എന്നൊക്കെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹവും നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ആൾക്കാരെ പോലെ തന്നെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ്, അല്ലെ? എന്തെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. ഇദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു, അല്ലെ? ആളൊരു ഗാന്ധിയനായിരുന്നു, ഒരു സമര സേനാനിയായിരുന്നു. പിന്നെയോ മാതൃഭൂമി പത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്, അല്ലെ? മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകന്മാരിൽ ഒരാളായിട്ടും നമ്മൾ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്, അല്ലെ? ഗാന്ധിയൻ, സമരസേനാനി, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലൊക്കെ ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമ്മൾ നോക്കുന്നത് ആരെക്കുറിച്ചാണ്? KP കേശവമേനോനെ കുറിച്ചാണ്. ഈ ക്ലാസ് നിങ്ങൾക്കായിട്ട് എടുക്കുന്നതിന്റെ പേര് ശ്രീറാം എന്നാണ്. അപ്പൊ നമ്മളിന്ന് പഠിക്കുന്നു KP കേശവമേനോൻ, അല്ലെ? അദ്ദേഹം ഏത് ജില്ലക്കാരനാണ്? പാലക്കാട് ജില്ലക്കാരൻ. പാലക്കാട് ജില്ല എന്ന് പറയാൻ നേരത്ത് ഇപ്പോഴാണ് പാലക്കാട് ജില്ലയായത്. നേരത്തെ ഇത് മലബാർ എന്ന് പറയുന്ന ആ ഒരു ജില്ല മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാർ എന്ന ജില്ലയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. അവിടെ തരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ ശശി തരൂരിന്റെ ഒക്കെ ആ കുടുംബമൊക്കെ അവിടെയാണുള്ളത്. അപ്പൊ തരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1896 അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. അപ്പൊ പാലക്കാട് ജില്ലയിലെ തരൂരിൽ 1896 ആര് ജനിക്കുന്നത്? നമ്മുടെ KP കേശവമേനോൻ ജനിക്കുന്ന 1896 പാലക്കാട് ജില്ലയിലെ തരൂരിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഇദ്ദേഹം INA ഭടൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്. INA നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതും പ്രവർത്തനം നടത്തിയതും സിംഗപ്പൂരും ജപ്പാനും ഒക്കെ കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരു സമരഭടന്മാരുടെ കൂട്ടായ്മയായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെയും അതേപോലെ റാഷ് ബിഹാരി ബോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട ഈ സംഘടന ഒരു യഥാർത്ഥ മിലിറ്ററി പവറായിട്ട് ഉയർന്നു വരുന്നത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അവിടെ, അതായത് സിംഗപ്പൂരിലും ജപ്പാനിലും ഒക്കെ എത്തിച്ചേരുകയും ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇദ്ദേഹം ഇടക്കാലത്ത് ഈ മലയ എന്ന് പറഞ്ഞൊരു പ്രദേശത്തേക്ക് പോയായിരുന്നു. അതായത് നാട്ടിലെ ദാരിദ്ര്യവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോഴും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ യൂറോപ്പിലേക്കൊക്കെ പോകുന്ന പോലെ അന്ന് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ KP കേശവമേനോൻ ഒരു മലയ ദ്വീപുകളിലേക്കാണ്. മലയാദ്വീപ് നമുക്കറിയാം, നമ്മുടെ കിഴക്കനേഷ്യൻ പ്രദേശങ്ങളിലാണ് മലയാദ്വീപുകൾ എന്ന് പറയുന്നത്. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ എന്ന് കേട്ടിട്ടില്ല, ആ ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ അദ്ദേഹം പോയി കുറച്ചു കാലം പ്രവർത്തിച്ചപ്പോഴാണ് INA ഭാഗമായിട്ടൊക്കെ അദ്ദേഹം മാറിയത്. INA ഭാഗമായിട്ട് മാറി കുറെ നാൾ അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം INA പിരിച്ചുവിടപ്പെട്ടു, INA നിരോധിക്കപ്പെട്ടു. ആ കാലയളവിന് ഇദ്ദേഹം പ്രവർത്തിച്ചത് തിരികെ ഇന്ത്യയിലെത്തിയിട്ട് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ശ്രീലങ്കയിലെ ഹൈക്കമ്മീഷണറായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ്. ആര്? നമ്മുടെ KP കേശവമേനോന് ശ്രീലങ്കയിലെ അല്ലെങ്കിൽ സിലോണിലെ ഹൈക്കമ്മീഷണറായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസ് എന്നുള്ള സംഘടനയിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ 1915 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള സംഘടനയിൽ നമ്മുടെ KP കേശവമേനോൻ പ്രവർത്തനം ആരംഭിക്കുന്നത് 1915. അതിനുശേഷം 1921 വർഷമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹം KPCC എന്നുള്ള സംഘടനയുടെ സെക്രട്ടറി എന്നുള്ളൊരു നിലവാരത്തിലേക്കൊക്കെ ഉയർന്നു. കാരണം മലബാർ കലാപം നടക്കുന്ന സമയത്ത് KPCCയുടെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാല് അത് KP കേശവമേനോനാണ്, അല്ലെ? പിന്നീട് 1923 മാതൃഭൂമി എന്നുള്ള പത്രം സ്ഥാപിക്കപ്പെട്ടപ്പോൾ KP കേശവമേനോൻ എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു? അതിന്റെ, അല്ലെ, പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ അല്ലെങ്കിൽ 3 പേര് നമ്മൾ പറഞ്ഞതായിരുന്നു, അല്ലെ? പ്രസാധകനായിട്ട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മാനേജറായിട്ട് ആരാണ്? മാധവൻ നായര്, പിന്നെ എഡിറ്ററായിട്ട് KP കേശവമേനോൻ, ഇങ്ങനെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചു എന്ന വിവരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനുശേഷം ഇദ്ദേഹം പങ്കെടുത്ത സമരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹമാണ്. ഇതിനുശേഷം ഇദ്ദേഹം പ്രവർത്തിച്ചത് 1924 വൈക്കം സത്യാഗ്രഹത്തിലാണ്. തുടർന്ന് 6 മാസക്കാലത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇദ്ദേഹം നാട്ടിൽ നിൽക്കാൻ രക്ഷയില്ല, കാശൊന്നും കയ്യിലില്ല. അങ്ങനെ മലയ എന്നുള്ള സ്ഥലത്തേക്ക് പോയി. ആ മലയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, അതേപോലെ ഇന്ത്യൻ നാഷണൽ ആർമി എന്നീ
സംഘടനകളിലെ അംഗമാകുന്നതിനുള്ള ഭാഗ്യവും നേതാജിയോടൊത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അവസരവും ഒക്കെ നമ്മുടെ കെ പി കേശവമേനോന് കിട്ടുന്നത്. അതിനുശേഷം നാട്ടിൽ അദ്ദേഹം തിരിച്ചെത്തി. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു പുതിയ ദൗത്യമാണ്. ശ്രീലങ്കയിലെ ഹൈക്കമ്മീഷണർ എന്നുള്ള സ്ഥാനമാണ് കൊടുക്കുന്നത്. അല്ലെ, ഹൈക്കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അംബാസഡറും ഹൈക്കമ്മീഷണറും എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന പ്രതിനിധികളാണ്. ഇതിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന ഏതെങ്കിലും കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്കാണ് ഒരു പ്രതിനിധിയെ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അതറിയപ്പെടുന്നത് ഹൈക്കമ്മീഷണർ എന്ന പേരിൽ. ഇനി ബ്രിട്ടീഷുകാരുടെ കോമൺവെൽത്തിൽ അംഗമല്ലാതിരുന്ന ഏതെങ്കിലും പ്രദേശങ്ങളിലേക്കാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംബാസഡർ എന്ന് വിളിക്കും. ചൈനീസ് അംബാസഡർ കേട്ടിട്ടില്ലേ? ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ കേട്ടിട്ടില്ല. അത് തന്നെ വ്യത്യാസം. പിന്നെ ഇദ്ദേഹം ഐക്യ കേരള പ്രസ്ഥാനം എന്ന പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒരുമിച്ച് ചേർന്ന് കേരള സംസ്ഥാനം എന്ന ഒരു മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കപ്പെടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഐക്യ കേരളത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് കെ പി കേശവമേനോൻ. അദ്ദേഹം എഴുതിയ ഒരു യാത്രാ വിവരണ കുറിപ്പുണ്ട്. ബിലാത്തി വിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ബിലാത്തി വിശേഷം ഇദ്ദേഹം എഴുതിയ യാത്രാക്കുറിപ്പാണ് ബിലാത്തി വിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? കഴിഞ്ഞ കാലം എന്നുള്ളതാണ്. ഇദ്ദേഹം എഴുതിയ ആത്മകഥ കഴിഞ്ഞ കാലമാണ്. പ്രധാനപ്പെട്ട കൃതികളുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയാൻ നേരത്ത് പ്രഭാത ഗീതമുണ്ട്, മഹാത്മായുണ്ട്, ദാനഭൂമിയുണ്ട്. അല്ലെ, പ്രഭാത ഗീതമുണ്ട്, മഹാത്മായുണ്ട്, ദാനഭൂമിയുണ്ട്, ജീവിത ചിന്തകളുണ്ട്, രാഷ്ട്രപിതാവ് എന്നൊരു കൃതിയുണ്ട്, യേശുദേവൻ എന്നൊരു കൃതിയുണ്ട്, സായാഹ്ന ചിന്തകൾ, ഭൂതവും ഭാവിയും, ഇങ്ങനെ ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുള്ള നവോത്ഥാന നായകനാണ് നമ്മുടെ കെ പി കേശവമേനോൻ. അപ്പോൾ കെ പി കേശവമേനോനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയുള്ളൂ. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു, സമരസേനാനിയായിരുന്നു, മാതൃഭൂമി എന്നുള്ള പത്രത്തിന്റെ സ്ഥാപകന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പാലക്കാട് ജില്ലയിലെ തരൂരിൽ 1896 അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1915 അംഗത്വം എടുത്ത വ്യക്തിയാണ്. മലബാർ കലാപ സമയത്ത് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തെ ജയിലിൽ 6 മാസക്കാലത്തോളം തടവിൽ പിടിച്ചിടപ്പെട്ട വ്യക്തിയാണ്. തടവ് അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തൊഴിൽ അന്വേഷകനായിട്ട് മലയ എന്നുള്ള പ്രദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് സുഭാഷ് ചന്ദ്രബോസ്, റാഷ് ബിഹാരി ബോസ് മുതലായ വ്യക്തികളുടെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടനായിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിലും ഇന്ത്യൻ നാഷണൽ ആർമിയിലുമെല്ലാം അംഗമായ വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ കേരളം, ഐക്യ കേരളം എന്നുള്ളൊരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. തുടർന്ന് 1951 അദ്ദേഹത്തെ സിലോണിലെ ഹൈക്കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു സഞ്ചാര വിവരണ കുറിപ്പിന്റെ പേരാണ് ബിലാത്തി വിശേഷം എന്ന് പറയുന്നത്. ആത്മകഥയുടെ പേര് കഴിഞ്ഞ കാലം എന്നാണ്. മറ്റു പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് പ്രഭാത ഗീതമുണ്ട്, മഹാത്മായുണ്ട്, ദാനഭൂമി, ജീവിത ചിന്തകള്, രാഷ്ട്രപിതാവ്, യേശുദേവൻ, സായാഹ്ന ചിന്തകള്, ഭൂതവും ഭാവിയും എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.